അല്ല അല്ല സ്വരാജ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിവരക്കേടാണ്. കാരണം അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്, സ്വരാജിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് ഒന്നാമത് പാർട്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയതാണ്. ഞാൻ പാർട്ടി വിട്ടു പോയതല്ല, എന്നെ ബലം പ്രയോഗിച്ച് തള്ളി മാറ്റി പുറത്തേക്ക് ഇട്ടതാ. അപ്പോൾ ആദ്യം സ്വരാജ് ആ പറഞ്ഞത് തിരുത്തണം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സ്വരാജ് പറയുന്നത് ഞാൻ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയപ്പോൾ പത്രക്കാരത് ചൂണ്ടിക്കാണിച്ചു, ഇന്ന് നിങ്ങൾ അതൊക്കെ മറച്ചു വെക്കുന്നു. അപ്പോൾ ഞാൻ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടേ? ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്താൻ ഈ പാർട്ടിയിൽ കഴിയില്ല എന്ന് പാർട്ടി ലീഡർഷിപ്പ് പറയണ്ടേ? അതുണ്ടായിട്ടില്ലല്ലോ. ഞാനൊരു നിയമവിരുദ്ധ പ്രവർത്തനം ഇവിടെ നടത്തിയിട്ടില്ല. നിയമത്തിന് വിധേയമായ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത്. ആ നിയമത്തിന് വിധേയമായ കാര്യങ്ങൾ ചെയ്തതിൽ ഈ പറയുന്നത് പോലെ ഭരണകക്ഷിയിലെയും പ്രതിപക്ഷ കക്ഷിയിലെയും ചില നേതാക്കന്മാരുടെ ഗൂഢാലോചനയുടെ ഭാഗമായി പത്രക്കാരായ നിങ്ങളും കൂടി അങ്ങനെ എനിക്കെതിരെയുള്ള റിപ്പോർട്ടുകൾ, ഒരു സത്യം എഴുതാൻ ഒരു വില്ലേജ് ഓഫീസർക്ക്, ഒരു തഹസിൽദാർക്ക്, ഒരു ജില്ലാ കലക്ടർക്ക് കൈവറക്കുകയാണ്. സത്യം എഴുതിയാൽ എന്താ? അൻവർ സ്വാധീനിച്ചു, അൻവറിന്റെ പണം കൊടുത്തു, അല്ലെങ്കിൽ ഗവൺമെന്റ് സ്വാധീനിച്ചു. ഒരാളും നീതി എഴുതിയിട്ടില്ലല്ലോ, ഒരു സത്യം എഴുതിയിട്ടില്ലല്ലോ. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ പോലെ ഇപ്പോൾ ആദിവാസികളുടെ കുടിവെള്ളം ഞാൻ മുട്ടിച്ചു എന്ന കക്കാടംപൊയിൽ അതായിരുന്നു വലിയ വാർത്ത. ആ 28 കുടുംബം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ 28 കുടുംബം അന്ന് കലക്ടറെ പോയി കണ്ട് പറഞ്ഞതാ, ഇത് പൊളിക്കരുത്, ഈ കുറച്ച് വെള്ളം അവിടെ നിൽക്കുന്നുകൊണ്ടാണ് ഞങ്ങളെ കോളനിയിൽ കുടിവെള്ളം കിണറിൽ കിട്ടുന്നത്. ഒരു ദിവസം അവർ തരണയിരുന്ന. ഇപ്പോൾ നിങ്ങൾക്ക് പോയി ചോദിക്കാം, എന്താ റിപ്പോർട്ട് കലക്ടറുടെ കുടിവെള്ളം മുടക്കി? 3 ആൾക്ക് ഉയരത്തിലുള്ള ഒരു തടയണയാണ് ഡാമാക്കിയത്. ചാലിയാർ പുഴ കെട്ടി തിരിച്ചു തന്നിട്ടാണ്. ചിറാപുഞ്ചിയിലൊക്കെ വെള്ളച്ചാട്ടത്തിന്റെ വീഡിയോ ഷൂട്ടുകളായിരുന്നു നിങ്ങളിൽ പലരും കക്കാടംപൊയിലെ അൻവറിന്റെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞു പോയതല്ലേ, ഇതൊക്കെ അവർക്ക് അറിയുന്നതല്ലേ. പിന്നെ അങ്ങനെ സ്വരാജ് പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ, എനിക്കതിൽ വേറെ സ്വരാജ് എൻ്റെ ഒരു സുഹൃത്താണ്, അതുകൊണ്ട് ഞാൻ അതിന് ഒരു അതിര് വിട്ട മറുപടിയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ എല്ലാവരും അതിര് വിട്ട് പോവുകയാണെങ്കിൽ PV അൻവർ അതിരിൻ്റെ അപ്പുറം പോവും. അതൊക്കെ അവർക്ക് താങ്ങാൻ കഴിയുമെന്ന് അവർ ആലോചിച്ചോട്ടെ. നമ്മളൊരു മാന്യമായ പോക്കാണ് ഇപ്പോൾ പോകുന്നത്. ആ മാന്യതയുടെ സീമകൾ ലംഘിക്കാൻ പടയാളികളെ കളത്തിലിറക്കുകയാണെങ്കിൽ പടത്തലവൻ്റെ നേരെ തന്നെ വരും. ഞാൻ പടയാളിക്ക് നേരെയല്ല വരിക, പടത്തലവന്മാരുടെ നേരെ വരും. അത് താങ്ങാൻ ശേഷിയില്ല ഒരു പടത്തലവനും. അപ്പുറത്ത് മഹാത്മാഗാന്ധിയുടെ മകനായി ഇരിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ആ സംവിധാനത്തെ മുഴുവൻ വഷളാക്കിക്കരുത്. എനിക്കങ്ങനെ ഒരു ആഗ്രഹമല്ല. ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടെ ഉണ്ടാവണം തന്നെയാണ് ആഗ്രഹം. പക്ഷെ അത് സത്യസന്ധമായിരിക്കണം. അവരുടെ നിലപാടുകൾ വർഗീയതയ്ക്കെതിരെ അതിശക്തമായിരിക്കണം. അങ്ങനെ ഒരു ഇടതുപക്ഷം ഇവിടെ വേണമെന്നുണ്ട്. രാത്രി പോയി ഇവരോട് സ്വകാര്യം പറയുന്ന ആ നെക്സസ് ഇടപാട്, അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പടയാളികളെ പടക്കളത്തിലേക്ക് ഇറക്കുന്ന ക്യാപ്റ്റന്മാരൊന്ന് ആലോചിച്ചാൽ നന്നാകും എന്ന് വളരെ വിനീതപൂർവ്വമുള്ള ഒരു അപേക്ഷയെ ആ കാര്യത്തിൽ പറയാനുള്ളൂ.